അപ്പോൾ നമ്മൾ DMS ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്കൽ സ്ട്രക്ചേഴ്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് തുടങ്ങാൻ പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ പേര് ഫണ്ടമെൻ്റൽസ് ഓഫ് ലോജിക്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടോപ്പിക്ക് ആയിട്ട് വരുന്നത് എന്താ വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? എ സെൻറ്റൻസ് വിച്ച് ഈസ് എയ്തർ ട്രൂ ഓർ ഫോൾസ് ബട്ട് നോട്ട് ബോത്ത്. അതായത് ഒരു സെൻറ്റൻസ് ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസ് ആവാം, പക്ഷേ രണ്ടും ആവാൻ പാടില്ല. അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നോക്കി, വാട്ട് ടൈം ഈസ് ഇറ്റ് അല്ലേ. അപ്പോൾ ഞാൻ ഒരു ഇന്ത്യയിലിരിക്കുന്ന ഒരാൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ടൈം എന്ന് പറയുന്നത് ഒരു 6 മണിയായിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഈ സമയം തന്നെ അമേരിക്കയിലിരിക്കുന്ന ആൾ പറയാണ് ഇവിടെ 6 മണിയല്ല ഇവിടെ 5 മണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റിന് എന്തില്ല, ഒരു വിലയില്ല. അതായത് ട്രൂ ആവാം, ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആവാം, ഫോൾസ് ആവാം. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തല്ല, അല്ല ഈ ഒരു സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഇപ്പോൾ ഈ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയേ, ന്യൂഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ അത് ഒരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് ഈ രണ്ടാമത്തെ സെൻറ്റൻസ് എന്താണ്, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആദ്യത്തെ സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻ്റ് ആവണമെന്നില്ല. കാരണം വെച്ചാൽ അത് ട്രൂ ആയിരിക്കാം, ഫോൾസ് ആയിരിക്കാം. പക്ഷേ ട്രൂ ആയിരിക്കാം, ഫോൾസ് ആയിരിക്കും, രണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നെഗേഷൻ ആണ്. എന്താണ് നെഗേഷൻ? അത് ഡിനോട്ട് ചെയ്യണത്, ഇപ്പോൾ P എന്ന് പറഞ്ഞ സെൻറ്റൻസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന് നെഗേഷൻ ഡിനോട്ട് ചെയ്യണത് ഇങ്ങനൊരു സിമ്പിൾ വെച്ചിട്ടാണ് നെഗേഷൻ P എന്ന് എഴുതും, അല്ലെങ്കിൽ നോട്ട് P എന്ന് എഴുതും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ നെഗേഷൻ P റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു സെൻറ്റൻസ് P തന്നിട്ടുണ്ട്, അപ്പോൾ അതിന് നെഗേഷൻ എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ആ സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ, ഇപ്പോൾ ന്യൂഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന ഒരു സെൻറ്റൻസ് തന്നു കഴിഞ്ഞാൽ നെഗേഷൻ എങ്ങനെ എഴുതുക? ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ന്യൂഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് എഴുതുക. അപ്പോൾ ആ സെൻറ്റൻസ് നെഗേഷൻ കിട്ടും. ഇനി അതിന് ട്രൂത്ത് ടേബിൾ ഉണ്ട്. എങ്ങനെ ട്രൂത്ത് ടേബിൾ കണ്ടുപിടിക്കാം? ട്രൂത്ത് ടേബിൾ ഓക്കെ, ഇപ്പോൾ 0 ആണെങ്കിൽ അതിൻ്റെ നെഗേഷൻ 1 ആയിരിക്കും, 1 ആണെങ്കിൽ അതിൻ്റെ നെഗേഷൻ 0 ആയിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ വരിക. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്താണ് കമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. നമുക്ക് മെയിനായിട്ട് 4 കമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൺജങ്ഷൻ. ഓക്കെ, കൺജങ്ഷൻ അല്ലെങ്കിൽ ആൻഡ് എന്ന് പറയും. ഓക്കെ, കൺജങ്ഷൻ അല്ലെങ്കിൽ ആൻഡ് എന്ന് പറയും. അതിനെ ഡിനോട്ട് ചെയ്യണത് P ഇൻ്റർസെക്ഷൻ, ഈ ഒരു സിമ്പിളിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർസെക്ഷൻ, ഓർ P ആൻഡ് Q. ഒന്നുകിൽ P ഇൻ്റർസെക്ഷൻ Q എന്ന് എഴുതാം, അല്ലെങ്കിൽ P ആൻഡ് Q എന്ന് എഴുതാം. എല്ലാത്തിൻ്റെയും ട്രൂത്ത് ടേബിൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ Pയും Qവും ഇപ്പോൾ നമ്മൾ LSCയിൽ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ Pയും Q 2 വേരിയബിൾസിൻ്റെ ഇത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ എഴുതാം? 0 0 0 1 1 0 1 1 അങ്ങനെ എഴുതാൻ അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ P ഇൻ്റർസെക്ഷൻ Q അല്ലെങ്കിൽ കൺജങ്ഷൻ ആൻഡ് യൂസ് ചെയ്തിട്ട് P ആൻഡ് Q എങ്ങനെ എഴുതാം? ഇതെങ്ങനെയാണ് ഇവിടെ വർക്ക് എങ്ങനെയാണ്? അതായത് Pയും Q ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ PQ, അത് നമ്മൾ ആൻഡ് ഗേറ്റ് യൂസ് ചെയ്യുന്ന ആ സംഭവമില്ല, ആ മെത്തേഡാണ് ഇവിടെ വരുന്നത്. ഇവിടെ 0 × 0 0 വരും, 0 × 1 0 വരും, 1 × 0 0 വരും, 1 × 1 1 വരും. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇനി ഡിസ്ജങ്ഷൻ എങ്ങനെയാണ്? ഡിസ്ജങ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് P ഒരു V എന്നൊരു ഷേപ്പിലാണ്, അല്ലെങ്കിൽ P യൂണിയൻ Q അല്ലെങ്കിൽ P ഓർ Q ആണ് ഡിസ്ജങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ്? ഇപ്പോൾ 0 0 വന്നു കഴിഞ്ഞാൽ 0, ബാക്കിയെല്ലാം 3 കണ്ടീഷനിലും 1 വരിക. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ഇംപ്ലിക്കേഷൻ. അതായത് നമുക്കിപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, Pയും Qയും എന്ന് പറഞ്ഞിട്ട് 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇംപ്ലിക്കേഷൻ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? P പിന്നെ ഒരു ആരോ ഇട്ടിട്ട് Q, ഇതിനാണ് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് P ഇംപ്ലൈസ് Q, അങ്ങനെയാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഇതിന് ശരിക്കുള്ള അർത്ഥം എന്താണ്? അതായത് P ഇംപ്ലൈസ് Qൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇഫ് P then Q, അതാണ് അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോമിൽ നമ്മൾ എഴുതാണെങ്കിൽ പറയുന്നത്. അതായത് ഇഫ് P ആണെങ്കിൽ then Q. ഇനി അതിൻ്റെ ട്രൂത്ത് ടേബിൾ ഉണ്ട്, എല്ലാത്തിനും ട്രൂത്ത് ടേബിൾ പഠിച്ചു വയ്ക്കണം. ഇവിടെ 1 0 വന്ന് മാത്രമാണ് ഇവിടെ 0 വരുന്നത്, ബാക്കി എല്ലാ കണ്ടീഷനിലും 1 ആണ് വരുന്നത്. ഇനി ഈ ഇഫ് P then Q എന്ന് പറയുന്നത് നമുക്ക് വേറെ 2-3 വാക്കുകളിൽ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ അതായത് Q ഈസ് നെസസറി ഫോർ P അങ്ങനെ പറയാം, അല്ലെങ്കിൽ P ഓൺലി ഇഫ് Q അങ്ങനെ പറയാം, P സഫിഷ്യൻറ്റ് ഫോർ Q അങ്ങനെയും പറയാം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ലോസ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഇംപ്ലിക്കേഷൻ ആണെന്ന് എപ്പോഴും ഓർത്തിരിക്കണം. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ബൈ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അത് ഡിനോട്ട് ചെയ്യുന്നത് P ഡബിൾ ആരോ, അത് 2 ഭാഗത്തേക്ക് ആരോ Q എന്നാണ്. അതിന് P ഇഫ് ആൻഡ് ഓൺലി ഇഫ് Q എന്നാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബൈ കണ്ടീഷൻ P ഡബിൾ ആരോ Q,
പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ.